DS റേസിന്റെ കീം ചാനലിൽ നിന്ന് മാർട്ടി സാറാണ്. നമ്മൾ കീം എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എക്സാം അടുത്തല്ലേ, എക്സാമിന് പോകുന്നതിന് മുമ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നത് നന്നാവും. കാരണം ടൈപ്പ് സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കണമെന്നില്ല, പക്ഷേ സെയിം ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ഓർഗാനിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം നമ്മൾ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻ ഓൺലി 3 pairs ഓഫ് ഇലക്ട്രോൺ? സെന്റർ ആറ്റത്തിൽ മോളിക്യൂൾ തന്നിട്ടുണ്ട്, 5 ഓപ്ഷനാണ്. മോളിക്യൂൾ തന്നിട്ടുണ്ട്, സെന്റർ ആറ്റത്തിന് ചുറ്റും 3 പെയർ ഉള്ളത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നോക്കാം. ഒന്നാമത്തത് കാർബാനയോൺ ആണ്. എന്താണ് കാർബാനയോൺ? നമുക്കൊക്കെ അറിയാം, നെഗറ്റീവ് ചാർജ് ഉള്ള കാർബൺ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കാർബാനയോൺ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലോൺ പെയർ ഉണ്ടാവും. മക്കൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ സെൻട്രൽ ആറ്റം കാർബൺ ആണ്. ഇതിനു ചുറ്റും എത്ര പേരുണ്ട് നോക്കാം. 1, 2, 3, 4 പേരുണ്ട്. സോ 4 പേരുണ്ടെങ്കിൽ അതല്ല ആൻസർ അല്ലേ. നമ്മളോട് ചോദിച്ചത് 3 പേർ എവിടെയാണുള്ളതെന്നാ ചോദ്യം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ നോക്കാം, കാർബോകാറ്റയോൺ നോക്കാം. കാർബോകാറ്റയോൺ നോക്കണേ, CH3 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 പ്ലസ്. മക്കൾ നോക്കുക, സെൻട്രൽ ആറ്റം കാർബൺ ആണല്ലേ. ഇവിടെ എത്ര പേരുണ്ട് നോക്കാം. 1, 2, 3 പേർ. റെഡി അല്ലേ? ആ സെൻട്രൽ ആറ്റം, ആ കാർബോകാറ്റയോണിലെ സെൻട്രൽ ആറ്റം കാർബണ് ചുറ്റും 3 പേരാണുള്ളത്. സോ 3 പേരുള്ള മോളിക്യൂൾ ഏതാണെന്ന് വെച്ചാൽ ഇതാ, സെൻട്രൽ ആറ്റത്തിൽ 3 പേരുള്ള മോളിക്യൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കാർബോകാറ്റയോൺ ആണ് ആൻസർ. കാർബോകാറ്റയോൺ, ആ കാർബണ് ചുറ്റും 3 പേരാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമ്മൾ. കാർബാനയോൺ, എന്താണ് കാർബാനയോൺ എന്ന് പറഞ്ഞാൽ? നമ്മൾ നോക്കാം എന്താണ് കാർബാനയോൺ. കാർബാനയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഉള്ള കാർബൺ വിളിക്കുന്ന പേരാണ് കാർബാനയോൺ. ഇത് പ്രൈമറി കാർബാനയോൺ ആണ്. കാർബാനയോൺ ഫസ്റ്റ് ചോയ്സ് ഒരു ബേസ് ആണോ? അതെ, ലോൺ പെയറുള്ള ആൾ. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ലോൺ പെയർ ഉണ്ട്. ദേ ആർ ഏബിൾ ടു ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ ഫോർ ബോണ്ടിങ്. ബോണ്ടിങ്ങിന് വേണ്ടി ഇവർ ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ ഇവർ ഏബിൾ ആണെങ്കിൽ കാർബാനയോൺ നമുക്ക് ബേസ് ആണെന്ന് പറയാം. കാർബാനയോൺ ഒരു ബേസ് ആണെന്ന് പറയാം അല്ലേ. ഇവർ നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇവർക്ക് നെഗറ്റീവ് ചാർജിന്, മക്കൾ കാണുന്നുണ്ടോ, നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് പോസിറ്റീവിന് ഭയങ്കര ഇഷ്ടമാണ്. പോസിറ്റീവിനെ, ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ന്യൂക്ലിയോഫൈൽ. അപ്പൊ രണ്ടാമത്തെ ചോയ്സ് ഇവർ ന്യൂക്ലിയോഫൈൽ ആണോ എന്നുള്ളതാണ്. ഇവർ ന്യൂക്ലിയോഫൈൽ ആണ്. ആദ്യത്തെ ആൻസർ ഇവർ ബേസ് ആണോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ബേസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവർ ന്യൂക്ലിയോഫൈൽ ആണോ എന്നുള്ളതാണ്. ഇവർ ന്യൂക്ലിയോഫൈൽ ആണ്. സോ ഇവർ ന്യൂക്ലിയോഫൈലുമാണ്, ബേസും ആണ് അല്ലേ. അപ്പൊ ബോത്ത് ഓഫ് ദ എബവ് എന്നൊരു ചോയ്സ് ഉണ്ട് അവിടെ. രണ്ടുമാണ്, ന്യൂക്ലിയോഫൈൽ ആണ്, ബേസും ആണ്. കാർബാനയോൺ ഒരു ന്യൂക്ലിയോഫൈലുമാണ്, കാർബാനയോൺ ഒരു ബേസുമാണെന്ന് മക്കൾക്ക് മനസ്സിലാവണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. CH3- ഈസ് ലെസ് സ്റ്റേബിൾ. അതായത് CH3- ഈസ് ലെസ് സ്റ്റേബിൾ. അതായത് CH3-നേക്കാൾ സ്റ്റെബിലിറ്റി കൂടിയ ഒരാൾ ഇവിടെയുണ്ട്. അയാൾ ആരാണെന്നാണ് ചോദ്യം. മനസ്സിലാക്കേണ്ടത്, കാർബാനയോൺ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റെബിലിറ്റി കൂട്ടാൻ പറ്റുന്ന ഗ്രൂപ്പുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ NO2, CN, സയനൈഡ്, SO3H. ഇവർക്കൊക്കെ സ്റ്റെബിലിറ്റി കൂട്ടാൻ പറ്റുന്നവരാണ്. ഇവരൊക്കെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണ്. ഇവരെ വിളിക്കുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഇവര് -I ഗ്രൂപ്പുകളാണ്, -I ഗ്രൂപ്പുകൾ. ഇവര് കാർബാനയോണിന്റെ സ്റ്റെബിലിറ്റി കൂട്ടുന്നവരാണെന്ന്. ഇവരെന്ത് ചെയ്യും? കാർബാനയോണിന്റെ സ്റ്റെബിലിറ്റി കൂട്ടും. അതായത് ഇത്തരം ഗ്രൂപ്പുള്ള ഏതെങ്കിലും കോമ്പൗണ്ട് ചോയ്സിൽ ഉണ്ടോ എന്ന് മക്കൾ നോക്കിയാൽ മതി. -I ഗ്രൂപ്പുള്ള ഏതെങ്കിലും കോമ്പൗണ്ട് ചോയ്സിൽ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അവരായിരിക്കും ഈ കാർബാനയോണിനേക്കാൾ സ്റ്റേബിൾ. അവർ ചോദ്യം ഇതാണ്, CH3- ഈസ് ലെസ് സ്റ്റേബിൾ. ആരെക്കാളുമോ സ്റ്റെബിലിറ്റി കുറവാണ് ആർക്ക്? CH3-ന്. അപ്പൊ ഇതിനേക്കാൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നതിലുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനേക്കാൾ സ്റ്റേബിൾ ആയിട്ടുള്ള ചോയ്സ് ഏത് എന്ന് തിരിച്ചറിയാൻ മക്കൾ -I ഗ്രൂപ്പുള്ള ചോയ്സ് ഏത് എന്ന് നോക്കിയാൽ മതി. NO2 ഉള്ളത്, CN ഉള്ളത്, SO3H ഉള്ളത്, COH ഉള്ളത്, CHO ഉള്ളത്, ഈ ഗ്രൂപ്പുകൾ ഏതെങ്കിലും ഉള്ളത്. സോ ഇവിടെ ഇന്നൊരു ഓപ്ഷൻ ഏതാ? C ആണ് ഓപ്ഷൻ അല്ലേ. -I ഗ്രൂപ്പ് ഏതാ? NO2 ഗ്രൂപ്പില്ലേ? ഇത് NO2 ഗ്രൂപ്പ് ഒരു -I ഗ്രൂപ്പാണ്. -I ഗ്രൂപ്പുള്ള ചോയ്സ് C ആണ്, മൂന്നാമത്താണ്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ നമ്മള്. ഡിക്രീസിങ് ഓർഡർ ഓഫ് -I എഫക്റ്റ്. -I എഫക്റ്റ് ഏറ്റവും കൂടുതലുള്ളത് NH3+-നാണ്. പിന്നെ അല്ലേ, ഇതാ ഏറ്റവും കൂടുതൽ NH3+-നാണ്, പിന്നെ NO2-നാണ്, പിന്നെ CN ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നോക്കിയേ. ഏറ്റവും കൂടുതൽ -I എഫക്റ്റ് ആർക്കാ? NH3+ ആണ്.
പിന്നെ ആർക്കാ NO2 ആണ്, പിന്നെ ആർക്കാ CN ആണ്. സോ മൈനസ് IF ആർക്കാണ് മാക്സിമം എന്നുള്ളത് NH3 പ്ലസ് NO2 CN. ക്ലിയർ ആണ് യെസ്. മോസ്റ്റ് സ്റ്റേബിൾ കാർബാനോൺ ഏതാണ്? മോസ്റ്റ് സ്റ്റേബിൾ കാർബാനോൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മക്കൾ നോക്കുക, നമ്മൾ ആൽക്കൈൻ ഇതാ ശ്രദ്ധിച്ചാൽ ഇത് ആൽക്കൈൻ ആണ്, CH ട്രിപ്പിൾ ബോണ്ട് C മൈനസ്. ഇത് ആൽക്കീൻ ആണ്, CH2 ഡബിൾ ബോണ്ട് CH2. ഇത് ആൽക്കൈൻ ആണ്, CH3 CH2. മക്കൾ നോക്കുന്നുണ്ടോ? CH2 മൈനസ്. ആൽക്കൈൻ ഉണ്ട്, ആൽക്കീൻ ഉണ്ട്, ആൽക്കൈൻ ഉണ്ട്. മക്കൾ നോക്കുന്നത് ട്രിപ്പിൾ ബോണ്ട് sp ഹൈബ്രിഡൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കുക, sp. ഡബിൾ ബോണ്ട് sp2 ഹൈബ്രിഡൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കുക, sp2. സിംഗിൾ ബോണ്ട് sp3 ഹൈബ്രിഡൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാ? sp ഉണ്ട്, sp2 ഉണ്ട്, sp3 ഉണ്ട്. ഇവിടെ 50% s ഉണ്ട്, 50% s. ഇവിടെ 50% p ഉണ്ട് അല്ലെ? sp എന്ന് പറഞ്ഞാൽ 50% s ഉം 50% p യും. ഇവിടെ sp2 എന്ന് പറഞ്ഞാൽ 33.3% s ഉം 66.7% p യും. ഇത് 25% s ഉം 75% p യും ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ മക്കൾക്ക് മനസ്സിലായി, ട്രിപ്പിൾ ബോണ്ട് sp ആണെങ്കിൽ, ഡബിൾ ബോണ്ട് sp2 ആണെങ്കിൽ, സിംഗിൾ ബോണ്ട് sp3 ആണ്. ഒറ്റ കാര്യം മനസ്സിലാക്കുക, S ക്യാരക്ടർ എവിടെയാണോ കൂടുതലുള്ളത് അയാൾക്ക് മൈനസ് IF കൂടുതലാണ്. സോ S ക്യാരക്ടർ എസിന്റെ അളവ് കൂടുതൽ ഇവിടെയാണുള്ളത്. സോ ഇയാൾക്കാണ് മൈനസ് IF മാക്സിമം, മൈനസ് IF മാക്സിമം. മൈനസ് IF മാക്സിമം ഉള്ള കാർബാനോൺ ആയിരിക്കും മാക്സിമം സ്റ്റേബിൾ. കാർബാനോണിന്റെ സ്റ്റെബിലിറ്റിയും മൈനസ് IF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് മക്കളെ. മൈനസ് IF കാർബാനോൺ സ്റ്റെബിലിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ മോസ്റ്റ് സ്റ്റേബിൾ കാർബാനോൺ ഏതെന്ന് വെച്ചാൽ ഇതാണ്. കാരണം മൈനസ് IF ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ sp ഹൈബ്രിഡൈസ്ഡ് ആണ്. sp ഹൈബ്രിഡൈസ്ഡ് എന്നാൽ S ക്യാരക്ടർ കൂടുതലാണ്. S ക്യാരക്ടർ കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? മൈനസ് IF കൂടും. മൈനസ് IF കൂടിയാൽ എന്ത് കൂടും? സ്റ്റെബിലിറ്റി കൂടും. സോ ഈ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ്. റെഡി? sp3 റെഡി. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഇതിൽ ആരാണ് മോർ സ്റ്റേബിൾ? മക്കൾക്കറിയാം, 3 ഏറ്റവും സ്റ്റെബിലിറ്റി 3 അല്ലേ? ട്രിപ്പിൾ ബോണ്ടിനാണ്, പിന്നെ ഡബിൾ ബോണ്ടിനാണ്. ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. അടുത്ത ആർക്ക്? സിംഗിൾ ബോണ്ടിനാണ്. അപ്പൊ ട്രിപ്പിൾ ഫസ്റ്റ് വരിക, ഡബിൾ പിന്നെ വരിക, ഫസ്റ്റ് പിന്നെ വരിക, ട്രിപ്പിൾ ഡബിൾ ഫസ്റ്റ് അല്ലേ? ശരിയല്ലേ? ട്രിപ്പിൾ ബോണ്ടിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി. കാരണം S ക്യാരക്ടർ കൂടുതൽ ആർക്കാ? ട്രിപ്പിൾ ബോണ്ടിനാണ്. സോ 3 ഏറ്റവും സ്റ്റേബിൾ, പിന്നെ 2 സ്റ്റേബിൾ, പിന്നെ 1 സ്റ്റേബിൾ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് മോസ്റ്റ് ബേസിക് എമംഗ് ദ ഫോളോയിങ്? ഏതാണ് മോസ്റ്റ് ബേസിക് എന്ന് ചോദിച്ചത്. ബേസിസിറ്റി മനസ്സിലാക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. വേപ്പർ ഫേസിലാണെങ്കിൽ 321 എന്ന് ഓർമ്മിച്ചാൽ മതി. 321. ടേഴ്സറി ആണ് മോസ്റ്റ് ബേസിക്, പിന്നെ സെക്കൻഡറിയും പിന്നെ പ്രൈമറിയും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. 321. ഇനി അക്വസ് മീഡിയം, ഇത് വേപ്പർ ഫേസ് ആണ്, ഇത് വേപ്പർ ഫേസ് ആണ്. അക്വസ് മീഡിയത്തിൽ അതൊന്ന് മാറും, 213 മാറി, 213. ഇൻ അക്വസ് മീഡിയം ഏതാണ് മോസ്റ്റ് ബേസിക് എന്ന് വെച്ചാൽ സെക്കൻഡറി ആണ്. സെക്കൻഡറി ആണ് മോസ്റ്റ് ബേസിക്, പിന്നെ പ്രൈമറി ആണ്, പിന്നെ ടേഴ്സറി ആണ്. കിട്ടിയോ? അക്വസ് മീഡിയത്തിൽ ആരാണ് മോസ്റ്റ് ബേസിക് എന്ന് വെച്ചാൽ സെക്കൻഡറി ആണ്, പിന്നെ പ്രൈമറി ആണ്, പിന്നെ ടേഴ്സറി ആണ്. അപ്പൊ നമ്മൾ ആരാണ് മോസ്റ്റ് ബേസിക് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നും നോക്കണ്ട, മോസ്റ്റ് ബേസിക് എന്ന് പറഞ്ഞാൽ അത് അക്വസ് മീഡിയത്തിലാണ്. തരണമെന്നില്ല. മീഡിയം തന്നിട്ടില്ലെങ്കിൽ മക്കൾ മനസ്സിലാക്കേണ്ടത് ഗിവൺ ഡാറ്റ അക്വസ് മീഡിയത്തിലാണെന്ന് മനസ്സിലാക്കുക. അക്വസ് മീഡിയത്തിൽ ആരാണ് മോസ്റ്റ് ബേസിക് എന്ന് വെച്ചാൽ സെക്കൻഡറി ആണ്, പിന്നെയോ ടേഴ്സറി, പിന്നെ പ്രൈമറി ആണ്, പിന്നെയോ ടേഴ്സറി ലീസ്റ്റ് ബേസിക് ആണ്. സോ ആൻസർ ഇവിടെ വരുന്ന ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. കാരണം സെക്കൻഡറി വരുന്ന ഒറ്റ കേസ് മാത്രമല്ലേ. റെഡി അല്ലേ? ഇവിടെ വരുന്ന നോക്കി, ഇത് പ്രൈമറി ആണ്, ഇത് നമുക്ക് പ്രൈമറി ആണ്, ഇത് പ്രൈമറി ആണ്, ഇത് അമോണിയ. ഇത് പ്രൈമറി അല്ല, ഇത് സെക്കൻഡറി അല്ല, ഇത് ബ്രാഞ്ചിന് പ്രൈമറി ആണ്. ഇത് പ്രൈമറി ആണ്, ഇവിടെ പ്രൈമറി. ഇത് തന്നിരിക്കുന്നതൊക്കെ പ്രൈമറി ആണ്, ഇത് ബ്രാഞ്ചിന് പ്രൈമറി ആണ്. ബ്രാഞ്ചിന് പ്രൈമറിക്ക് മക്കളെ ഞാൻ പറഞ്ഞു, ബേസിക് നേച്ചർ പറയുകയാണെങ്കിൽ വേപ്പർ ബേസിൽ 321, ടേഴ്സറി, സെക്കൻഡറി, പ്രൈമറി. അക്വസ് മീഡിയത്തിൽ 213, സെക്കൻഡറി, പ്രൈമറി, ടേഴ്സറി. ഇനി ഇവിടെ എല്ലാം പ്രൈമറി ആണ്, പക്ഷെ ഒന്ന് ബ്രാഞ്ചിന് പ്രൈമറി ആണ്. ബ്രാഞ്ചിന് പ്രൈമറിക്ക് എന്ത് കൂടുതലാണ്? പ്ലസ് IF കൂടുതലായിരിക്കും. പ്ലസ് IF കൂടിയാൽ ബേസിക് നേച്ചർ കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരുപാട് പോയിന്റുകൾ ഒറ്റ ക്വസ്റ്റ്യനിൽ കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. റെഡി? Which of the following has maximum pK?
പി കെ വാല്യൂ കൂടുതൽ ആർക്ക് എന്നുള്ളതാണ്. പി കെ വാല്യൂ കൂടിയാൽ ബേസിറ്റ് എന്ത് ചെയ്യും? ഹയർ ദ വാല്യൂ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് മാക്സിമം പി കെ എന്നാണ്. ലോവർ ദ പി കെ ഹയർ ദ അസിഡിറ്റി. പി കെ കുറവുള്ള അസിഡിറ്റി കൂടുതലായിരിക്കും. പി കെ കൂടുതൽ അസിഡിറ്റി കുറവായിരിക്കും. പി കെ എ കൂടുതൽ അസിഡിറ്റി കുറവായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ നോക്കുക, ഇതിന് മൈനസ് ഐ ഗ്രൂപ്പ് ഉണ്ട്, അസിഡിറ്റി കൂടും. മൈനസ് ഐ എഫറ്റും അസിഡിറ്റിയും മക്കളെ മനസ്സിലാക്കേണ്ടത്, മൈനസ് ഐ എഫറ്റും അസിഡിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മൈനസ് ഐ എഫറ്റ് എവിടെയാണോ കൂടുതൽ അയാൾക്ക് അസിഡിറ്റി കൂടുതലായിരിക്കും. സോ ഇവിടെ മൈനസ് ഐ ഗ്രൂപ്പ് ഉണ്ട്, മൈനസ് ഐ ഗ്രൂപ്പ് അല്ലെ? ഇവിടെ പ്ലസ് ഐ ഗ്രൂപ്പ് ആണ്. ഇവിടെ എന്ത് ഗ്രൂപ്പാ? പ്ലസ് ഐ ഗ്രൂപ്പ് ആണ്. ഇവിടെ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ സീറോ എഫക്റ്റാ. ഹൈഡ്രജൻ സീറോ എഫക്റ്റ്. പ്ലസ് ഐ ഇല്ല, മൈനസ് ഐ ഇല്ല. ഇതാ ഇവിടെ പ്ലസ് ഐ ഗ്രൂപ്പ് ആണ്, പ്ലസ് ഐ. മക്കൾ മനസ്സിലാക്കേണ്ടത്, പ്ലസ് ഐ എഫക്റ്റ് കൂടിയാൽ അസിഡിറ്റി കുറയും. അപ്പൊ ഏറ്റവും കൂടുതൽ പ്ലസ് ഐ എഫക്റ്റ് ആർക്കാണെന്ന് നോക്കിയാൽ മതി. നമ്മുടെ ചോയ്സിൽ ഇവരൊക്കെ കട്ട് ചെയ്യാം, മൈനസ് ഐ എഫക്റ്റ് ഉള്ളവരൊക്കെ കട്ട് ചെയ്യാം. മാക്സിമം പി കെ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് അസിഡിറ്റി. പി കെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ അസിഡിറ്റി കുറയുക. പി കെ വാല്യൂ കൂടുന്നു എന്ന് പറഞ്ഞാൽ അസിഡിറ്റി കുറയുന്നു. അസിഡിറ്റി കുറവായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പ്ലസ് ഐ എഫക്റ്റ് എവിടെയാണോ കൂടുതലുള്ളത് അയാൾക്ക് എന്ത് കൂടുതലായിരിക്കും? അസിഡിറ്റി കുറവായിരിക്കും. അയാൾക്ക് അസിഡിറ്റി കുറവായിരിക്കും. അപ്പൊ ഇവിടെ മീതേൽ, മക്കൾ നോക്കുക, ഇവിടെ മീതേൽ ഗ്രൂപ്പാണ്, ഇവിടെ ഈതേൽ ഗ്രൂപ്പാണ്. ഈതേൽ ഗ്രൂപ്പിന് പ്ലസ് ഐ എഫക്റ്റ് മാക്സിമം ആണ്. സോ അസിഡിറ്റി കുറവായിരിക്കും. സോ ഇതാണ് ആൻസർ. മീതയിലാണോ ഈതയിലാണോ പ്ലസ് ഐ എഫക്റ്റ് കൂടുതൽ എന്ന് വെച്ചാൽ മക്കൾ പറയണം ഈതയിലിന് പ്ലസ് ഐ എഫക്റ്റ് കൂടുതലാണ്. സോ അസിഡിറ്റി ഈതയിൽ എന്താ? കുറവായിരിക്കും. സോ പി കെ വാല്യൂ മാക്സിമം ആയിരിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് അസിഡിക് കോമ്പൗണ്ട്? അല്ലെ? ഉറപ്പായിട്ടും എന്ത് നോക്കുക, മൈനസ് ഐ എഫക്റ്റ് എവിടെയാണോ കൂടുതൽ, ഇവിടെ മൈനസ് ഐ എഫക്റ്റ് ഗ്രൂപ്പാണ്. മെത്തോക്സി അസറ്റിക് ആസിഡ് എന്നാണ്. ഇതാണ് മെത്തോക്സി അസറ്റിക് ആസിഡ്. മെത്തോക്സി അസറ്റിക് ആസിഡ് ആണ്. മെത്തോക്സി അസറ്റിക് ആസിഡ് CH2COH. ഇതാണ് മെത്തോക്സി അസറ്റിക് ആസിഡ്. ഇതൊരു മൈനസ് ഐ ഗ്രൂപ്പാണ്. മൈനസ് ഐ ഗ്രൂപ്പാണ് ഓക്സി ഗ്രൂപ്പ്, മെത്തോക്സി ഗ്രൂപ്പ്. ക്ലിയർ അല്ലേ? ഇവിടെ അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് CH3COOH അസറ്റിക് ആസിഡ്. ഇത് പ്ലസ് ഐ ഗ്രൂപ്പാണ്. ക്ലോറോ അസറ്റിക് ആസിഡ് ClCH2COH. ഇതൊരു മൈനസ് ഐ ഗ്രൂപ്പാണ്, മൈനസ് ഐ. ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ്, മക്കളെ മനസ്സിലാക്കുന്നത് 3 ഫ്ലൂറിൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. 3 ഫ്ലൂറിൻ ഉണ്ട്. COOH, ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ്. 3 ഫ്ലൂറിൻ വന്നാൽ മൈനസ് ഐ എഫക്റ്റ് കൂടും അല്ലെ? ഫ്ലൂറിൻ ഒരു മൈനസ് ഐ ഗ്രൂപ്പാണ്. മൈനസ് ഐ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്ന സമയത്ത് അസിഡിറ്റി കൂടും. അപ്പൊ ഫ്ലൂറിന് 3 ഫ്ലൂറിൻ ഉണ്ട്. 3 ഫ്ലൂറിൻ ഉണ്ടെങ്കിൽ മൈനസ് ഐ എഫക്റ്റ് മാക്സിമം ആയിരിക്കും. അസിഡിറ്റി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ് ആണ് മോസ്റ്റ് അസിഡിക്. അപ്പൊ നിങ്ങൾക്ക് സാറേ ഇവിടെ മൈനസ് ഐ ഇല്ലേ, ഇവിടെ മൈനസ് ഐ ഇല്ലേ, ഇവിടെ മൈനസ് ഐ ഇല്ലേ, എന്നിട്ട് ഇയാൾക്ക് എന്തുകൊണ്ട് കൊടുത്തു? ഇവിടെ മൈനസ് ഐ ഗ്രൂപ്പ് ഒന്നേ ഉള്ളൂ, ഇവിടെ മൈനസ് ഐ ഗ്രൂപ്പ് ഒന്നേ ഉള്ളൂ, ഇവിടെ 3 മൈനസ് ഐ ഗ്രൂപ്പ് ഉണ്ട്. സോ എവിടെയാണോ മൈനസ് ഐ ഗ്രൂപ്പ് കൂടുതലുള്ളത് അയാൾക്ക് അസിഡിറ്റി കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ. മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ, ഏറ്റവും സ്റ്റെബിലിറ്റി കൂടിയ കാർബോകാറ്റയോൺ. കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത് ഏതാ? മനസ്സിലാക്കുക. പ്ലസ് ആർ പ്ലസ് ഐ നോക്കിയേ, പ്ലസ് ഐയും പ്ലസ് ആറും, പ്ലസ് ഐ എൻ പ്ലസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. മൈനസ് ഐ എൻ മൈനസ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. പ്ലസ് ഐയും പ്ലസ് ആറും വന്നാൽ സ്റ്റെബിലിറ്റി കൂടുമെന്നും മൈനസ് ഐയും മൈനസ് ആറും വന്നാൽ സ്റ്റെബിലിറ്റി കുറയുമെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നോക്കുക, ഇവിടെയുള്ളത് മൈനസ് ഐ ഗ്രൂപ്പാണ്. കളർ ഒന്ന് മാറ്റാം. ഇവിടെയുള്ളത് ക്ലോറിനൊരു മൈനസ് ഐ ഗ്രൂപ്പാണ്. മൈനസ് ഐ ഗ്രൂപ്പ്. NO2 ഒരു മൈനസ് ഐയുമാണ്, മൈനസ് ആറുമാണ്. ഇതൊരു ഇത് പ്ലസ് ആർ ആണ്. മൈനസ് ഐയും മൈനസ് ആറാണ്. ഇതൊരു പ്ലസ് ആർ ഗ്രൂപ്പാണ്. ഞാൻ പറഞ്ഞു മൈനസ് ഐയും മൈനസ് ആറും കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റിക്ക് ഇൻവേഴ്സ് ആണ്. പ്ലസ് ഐയും പ്ലസ് ആറും ഡയറക്റ്റ് ആണ്. പ്ലസ് ഐയും പ്ലസ് ആർ എന്താ? ഡയറക്റ്റ് ആണ്. ക്ലിയർ ആണ്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്ലസ് ഐ ഗ്രൂപ്പും പ്ലസ് ആർ ഗ്രൂപ്പും കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി പറ. സ്റ്റെബിലിറ്റി പ്ലസ് ഐയും പ്ലസ് ആറും കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി കൂട്ടും. മൈനസ് ഐയും മൈനസ് ആറും കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി കുറയ്ക്കും. അപ്പൊ ഇതല്ല എന്ന് മനസ്സിലായി, ഇതുമല്ല എന്ന് മനസ്സിലായി. സോ എന്ത് ചെയ്യാ? ഇതുമല്ല. അപ്പൊ ഏതായിരിക്കും? ഇതായിരിക്കണ്ടേ, 3 ആയിരിക്കണ്ടേ? കാരണം എന്താ? ഇവിടെയുള്ള ഗ്രൂപ്പ് ഏതാ? പ്ലസ് ആർ ഗ്രൂപ്പാണ്. പ്ലസ് ആർ ഗ്രൂപ്പുകൾ എപ്പോഴും കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി കൂട്ടുകയാണ് പതിവ്. പ്ലസ് ഐ ഗ്രൂപ്പും പ്ലസ് ആർ ഗ്രൂപ്പും കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? കൂട്ടാറുണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകില്ല നമ്മൾ. മോസ്റ്റ് അസിഡിക് കോമ്പൗണ്ട് എമംഗ് ദ ഫോളോയിങ്. ഏതാണ് മോസ്റ്റ് അസിഡിക്? ഞാൻ നേരത്തെ പറഞ്ഞു മൈനസ് ഐയും മൈനസ് ആറും അസിഡിറ്റിക്. ഇവിടെ ഒന്നുകൂടി എഴുതാം.
മൈനസ് ഐ എൻ മൈനസ് ആർ, മൈനസ് ഐ എൻ മൈനസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അസിഡിറ്റി ആണ്. പ്ലസ് ഐ എൻ പ്ലസ് ആർ, പ്ലസ് ഐ എൻ പ്ലസ് ആർ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അസിഡിറ്റി. അസിഡിറ്റി ആണ്, സ്റ്റെബിലിറ്റി അല്ല. ഇവിടെ നോക്കിക്കോ, ഇവിടെ സീറോ ഗ്രൂപ്പ്, നോ എഫക്റ്റ് ആണ്. ഇതാ ഇവിടെ നോ എഫക്റ്റ് ആണ്. നമുക്കറിയാം ഫീനോൾ അല്ല എന്ന് മനസ്സിലായി. എപ്പോഴും ആസിഡ് ആരായിരിക്കും? ഫീനോൾ ആണോ ആസിഡ്, കാർബോക്സിലിക് ആസിഡ് ആണോ അസിഡിക് എന്ന് വെച്ചാൽ ആ കാർബോക്സിലിക് ആസിഡ് തന്നെയാണ്. ഒന്നാമത്തെ ചോയ്സിന് ഒഴിവാക്കാം. ഫീനോൾ അസിഡിക് അല്ല, ഫീനോളിനേക്കാൾ അസിഡിറ്റി വേറെ കുറെ ആസിഡുകൾക്കാണ്. ഇനി ഇവിടെ പ്ലസ് ഐ ഗ്രൂപ്പ് ആണ്, പ്ലസ് ഐ ഗ്രൂപ്പ് ആണ്. പ്ലസ് എച്ച് എന്ന് പറയാം, ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ മൈനസ് ഐ ആണ്, മൈനസ് ഐ ഉണ്ട്, മൈനസ് ആറും ഉണ്ട്, മൈനസ് ഐയും മൈനസ് ആറും. നിങ്ങൾ എന്താ പറഞ്ഞത്? മൈനസ് ഐയും മൈനസ് ആറും അസിഡിറ്റി കൂട്ടും. മൈനസ് ഐയും മൈനസ് ആറും അസിഡിറ്റി കൂട്ടും. പ്ലസ് ഐയും പ്ലസ് ആറും അസിഡിറ്റി എന്ത് ചെയ്യും? കുറയ്ക്കും. സോ NO2 ഒരു മൈനസ് ഐ ഗ്രൂപ്പ് ആണ്, NO2 ഒരു മൈനസ് ആർ ഗ്രൂപ്പ് ആണ്. സോ വിച്ച് ഇൻക്രീസസ് ദ അസിഡിറ്റി. അസിഡിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പം നന്നായിട്ട് മക്കൾ എന്ത് ചെയ്യുക? കീം എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. എല്ലാ കണ്ടന്റ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഷോർട്ട് വീഡിയോയിലും കണ്ടന്റ് വീഡിയോയിലും ഒക്കെ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.